ട്രാൻസ്പെറന്റ് ആൻഡ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോഗ്രാം, പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റീജ് ആൻഡ് വിന്നിംഗ് ടീം നമ്മുടെ ഈ പ്രോഗ്രാമിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്, അല്ലെ? സാധാരണ രീതിയിൽ നമുക്ക് പണ്ടൊക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് പല പല അറിവുകളും നമുക്ക് ഉണ്ടാവും, അല്ലെ? ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മൾ ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ നല്ലോണം പഠിച്ചു, നമ്മൾ ഇംഗ്ലീഷ് ആണ് പഠിച്ചത്, മാത്സ് ആണ് പഠിച്ചത്. അത് പഠിച്ചു എന്ന് പറഞ്ഞാൽ ആ മേഖലയെ പറ്റി അറിവുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമുക്ക് വേണ്ടത്, നമ്മൾ ഈ ബിസിനസ്സിൽ നമുക്ക് വേണ്ടത് ഏറ്റവും വലിയ സ്കിൽ എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള സ്കില്ലാണ്. കാരണം നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നു, ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് നമുക്ക് വളർത്തിയെടുത്താൽ മതി. അത് നമുക്ക് ഈ ബിസിനസ് നമുക്കൊരു പാഷൻ ആണെങ്കിൽ, ഇതിൻ്റെ അകത്ത് നമ്മുടെ ജീവിതം കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പഠിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന എന്തെങ്കിലും ഒരു പോയിന്റിനെ പറ്റി നാലുമൊക്കെ സംസാരിക്കാനുള്ള ഒരു ആർജവം, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എനിക്ക് കിട്ടിയത് തന്നെ ഈ അസോസിയേഷനിലൂടെയാണ്. ഒരു 6 വർഷം മുമ്പ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ 4 ആളുടെ മുമ്പ് സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ ബിസിനസ്സിൽ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഞാൻ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം 100% ഫോളോ ചെയ്തുകൊണ്ടും 100% വെസ്റ്റീജ് എന്ന ഈ ഒരു ബിസിനസ്സിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടും, അതുപോലെ എന്റെ സ്കില്ലുകൾ, ആ സ്കില്ലുകൾ വേറെ ഒരു സ്കില്ലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടിയെടുത്തുകൊണ്ടാണ്. ക്ലിയർ? കാരണം മറ്റുള്ള ആൾക്കാരോട് നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അല്ലാതെ ഏറ്റവും വലിയ കാര്യം നമുക്കറിയാം, നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ജനങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ? ആ ജനങ്ങൾ അല്ലെങ്കിൽ ആ പീപ്പിൾസ്, അവരാണ് നമ്മുടെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. അതങ്ങനെ ബിൽഡ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഗൗതം പാലി സാറിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ എസ് പി സാറിനെ കണ്ടിട്ടോ എല്ലാ ആളുകളും നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് വരിക, അവർ നമ്മളെ കണ്ടിട്ടാണ് വരിക. നമ്മൾ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പ് അവർക്ക് കിട്ടുന്ന ഒരു ചെറിയ കാര്യമല്ല, അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടാവും. അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അത് നിറവേറ്റാനും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങാനും അവർക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത് നല്ല ലീഡേഴ്സുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് കൊണ്ടാണ്. ഈ റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. നമ്മൾ മറ്റുള്ള ആളുകളോട്, ഈ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഒന്ന്, നമുക്ക് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ ബിസിനസ്സിലുണ്ട്. ഒന്ന്, നമുക്ക് അതിനകത്ത് ട്രാൻസ്പെറന്റ് ആവണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തത ഉള്ളതായിരിക്കണം. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, പണ്ട് നമ്മൾ ഗൂഗിളിനെ പറ്റി സംസാരിക്കുന്നു, ഇന്ന് ജിപിയെ പറ്റി സംസാരിക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അപ്പൊ ഇതൊക്കെ എന്തൊക്കെ മിഷനറി വന്നാലും, എന്തൊക്കെ ടെക്നോളജി വന്നാലും, ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാതെ നമുക്ക് ഒരിക്കലും ഈ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ക്ലിയർ ആണ്? അതൊരിക്കലും ഒരു മിഷനറി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പല രീതിയിലുണ്ടാവും. ഏറ്റവും വലിയ പ്രത്യേകത, മിക്ക ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ, ഇന്ന് നമ്മുടെ ബിസിനസ് വളരെ ട്രാൻസ്പെറന്റ് ആണ്. വെസ്റ്റീജ് കമ്പനിയെ പറ്റി നമ്മളൊരു മീറ്റിംഗ് എടുക്കുമ്പോൾ, ഈ കമ്പനി എത്ര രാജ്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ, എത്ര വർഷമായിട്ടെന്ന് പറയുമ്പോൾ, ഇതിന്റെ ടേൺ ഓവറിനെ പറ്റി പറയുമ്പോൾ, ഇതിന്റെ റാങ്കിങ്ങിനെ പറ്റി പറയുമ്പോൾ, ഇതിന്റെ വേൾഡ് റാങ്കിനെ പറ്റി പറയുമ്പോൾ, മൈ ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ മൊബൈൽ ഉപയോഗിച്ച് അവർക്ക് അപ്പൊ തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. വേണ്ടാത്ത മോഹന വാഗ്ദാനങ്ങളൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മളെ പറ്റി ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസിനെ പറ്റിയായിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കാരണം നമ്മുടെ എപ്പോഴും കോൺഫിഡൻസ്, ഇതിനകത്ത് 1 കോടി രൂപ വരുമാനം മേടിക്കുന്ന ആളുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ഈ വിന്നിംഗ് ടീമിലൊക്കെ നടക്കുന്ന ആ ഒരു വലിയൊരു ഉത്സവം കാണുമ്പോൾ, 5 വർഷം കൊണ്ട് 5 ലക്ഷം രൂപ വരുമാനവും 10 ലക്ഷം രൂപ വരുമാനവും 15 ലക്ഷം രൂപ വരുമാനമൊക്കെ കിട്ടിയ ആളുകളെ കാണുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലായിക്കോളും. പക്ഷെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ എന്താണോ പറയുന്നത് അത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് പോകേണ്ട വളരെ അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ ടീമിനോട് ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, സാർ, ഇപ്പൊ എൻ്റെ ടീമിനോട് പറയുന്നെങ്കിൽ എല്ലാവരും മിറാക്കിൾ മോർണിംഗ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ടീം മെമ്പേഴ്സ് അത് കേൾക്കും. പക്ഷെ അവർ മിറാക്കിൾ മോർണിംഗ് പ്രോഗ്രാമിൽ കയറി ഇരിക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്ന കാര്യം നിജു എന്നൊരു വ്യക്തി അതിനകത്ത് ഉണ്ടോ എന്നുള്ളതായിരിക്കും, അപ്ലൈൻ ഉണ്ടോ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മളാണ് നമ്മുടെ ബിസിനസിന്റെ റോൾ മോഡൽ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാക്ക് പ്രവൃത്തി, പിന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്യും. എന്തെങ്കിലും നടന്നില്ല, ഞാനൊരു കാർ മേടിക്കുമെന്ന് എൻ്റെ ടീമിനോട് പറഞ്ഞാൽ ആ ഒരു പറയുന്ന ഡേറ്റിനുള്ള ആ കാർ മേടിക്കാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. സെൻസ് ഓഫ് അർജൻസി, അതായത് അതാണ് നമ്മുടെ അർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മൾ നേടിയെടുത്ത് കാണിച്ചു കൊടുത്ത് നമ്മുടെ വാക്കും പ്രവൃത്തി ഒരുപോലെ. ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡ് ബൈ എക്സാമ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാൻ പോകണ്ട. അതുപോലെ ചില ആൾക്കാരെ നമുക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലെയുള്ള ഒരു മോർണിംഗ് കോളാണ്. ഈ ബിസിനസിന്റെ ഏറ്റവും ആണിക്കല്ലാണ്. അതായത് നമ്മുടെ അപ്ലൈൻ മെന്ററേയും നമ്മുടെ ഗ്രോയിങ് ആക്റ്റീവ് അപ്ലൈനെയും നമ്മൾ രാവിലെ ഒരു ഫസ്റ്റ് കോൾ ചെയ്യുക എന്നുള്ളത് ഈ ബിസിനസിന്റെ ഏറ്റവും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും? നമ്മളൊരു ദിവസം തുടങ്ങാൻ വേണ്ടി പോകുന്നു. നമ്മുടെ അപ്ലൈൻ നമ്മുടെ ലൈഫ് ലൈൻ ആണ്, അല്ലെ? നമ്മുടെ ഗുരുവാണ്, നമ്മുടെ കോച്ചാണ്, അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്.
ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതും ചെയ്ത് ഒരിക്കലും നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ നമ്മുടെ അപ്ലൈന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് മോർണിംഗ് കോൾ ആൻഡ് ഈവനിങ് കോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർ, ഗുഡ് മോർണിംഗ്. നമ്മൾ സംസാരിക്കും വളരെ സംസാരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. രാവിലെ വിളിച്ചിട്ട് സാറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ടീ ആണോ കോഫി ആണോ കഴിച്ചത്, അല്ലെങ്കിൽ സാർ ഇപ്പൊ എവിടെയാണ്, സാറിന് ഇന്ന് എവിടെയാണ് വർക്ക്, സാറിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി എല്ലാം നമ്മൾ വിളിക്കണ്ടേ. നമ്മൾ പറയേണ്ട കാര്യം, സാർ വെരി ഗുഡ് മോർണിംഗ് സാർ. സാർ ഞാൻ ഇന്ന് എനിക്ക് വളരെ കുറച്ച് നല്ല നല്ല ആക്ടിവിറ്റീസ് ഉള്ള ദിവസമാണ്. ഇന്ന് സൺഡേ ആണ് സാർ, കാരണം എനിക്ക് കുറെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. ഇന്ന് ഈ എൻ്റെ ഒരു ഫെബ്രുവരി മാസം ഏറ്റവും നല്ല ദിവസമായിട്ട് ഇന്ന് മാറ്റും, കാരണം ഇന്ന കാര്യങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇത്ര പ്ലാൻ ഉണ്ട്, ഇത്ര ഹോം മീറ്റിംഗ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സാർ. അപ്പോൾ സാർ ഞാൻ എന്തെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ? അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സാറിന് വ്യക്തമായിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ സാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഈവനിങ് കോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, റിപ്പോർട്ടിംഗ് കോളാണ്. സാർ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിന് വിഷമം ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവായിട്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ പറഞ്ഞിരുന്നുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കഴിഞ്ഞ മാസത്തിൽ നമ്മളൊരു റിവ്യൂ ചെയ്യണ പോലെ ഈ ഓരോ ദിവസങ്ങളെയും നമ്മൾ റിവ്യൂ ചെയ്ത് പോയാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനിച്ചു അത് അവിടെ പോയിട്ട് ആളെ കാണാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. സാർ അതെന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ചെന്നപ്പോൾ അയാളെ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ മേ ബി ചിലപ്പോ ഞാൻ വല്ല ആവേശത്തിലാണ്, അതിനു മുമ്പ് ചെയ്ത 2 വർക്കുകളും വളരെ സക്സസ്ഫുൾ ആയതുകൊണ്ടായിരിക്കും മൂന്നാമത് ഞാൻ ആ ഒരു ആവേശത്തിൽ പോയി സംസാരിച്ചത്. അപ്പൊ സാറ് ചിലപ്പോൾ എന്റെ അപ്ലൈൻ എന്നോട് ചോദിക്കുന്നുണ്ടോ, നിജു അത് കറക്റ്റ് പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് ആയിരുന്നോ? സാർ അത് പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ടാണ്, എപ്പോഴും അവൻ കടയിലുള്ള ഒരാളാണ്. അപ്പൊ അവിടെ സംഭവിച്ചു പോയ കാര്യം എന്താണ്, ഞാൻ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്, എന്താ പറയാ ബെസ്റ്റ്, എന്താ പറയാ എന്റെ ബ്രോ അല്ലെങ്കിൽ എന്റെ ഒരു ചങ്ക് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ചാടിക്കറി സംസാരിച്ചു. പക്ഷെ അയാളുടെ ജോലിയിൽ തിരക്കായിരുന്നു, എന്നെ ഒഴിവാക്കാനും പറ്റുന്നില്ല, അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടു, പക്ഷെ റിസൾട്ട് കറക്റ്റ് ആയിരുന്നില്ല. ഇത് എങ്ങനെ എനിക്ക് മനസ്സിലാവും? അതുകൊണ്ട് മോർണിംഗ് കോൾ ആൻഡ് റിപ്പോർട്ടിംഗ് കോൾ വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് എന്റെ അപ്ലൈൻ അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ നമ്മൾ വിളിക്കുകയാണ്, നമ്മൾ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വേറെ ഒരു കോൾ വന്നാൽ പോലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ മെന്ററുടെ അല്ലെങ്കിൽ ഗ്രോയിങ് അപ്ലൈൻ്റെ കോളിന് തന്നെയായിരിക്കും, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ ഒരു ടീം മെമ്പറോട്, എൻ്റെ ഡൗൺലൈനോട്, എൻ്റെ ഒരു ആളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്ലൈൻ വിളിക്കുകയാണെങ്കിൽ നമ്മൾ മൊബൈലിൽ കാണിക്കുന്ന ഒരു മര്യാദയുണ്ട്. നമ്മൾ ആ ഡൗൺലൈനോട് പറയുന്നത്, സർ എൻ്റെ അപ്ലൈൻ അല്ലെങ്കിൽ എൻ്റെ മെന്റർ അല്ലെങ്കിൽ എൻ്റെ അപ്ലൈൻ വിളിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് ആ കോൾ എടുക്കട്ടെ കേട്ടോ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ ആ കോൾ എടുക്കണം. കാരണം നമുക്ക് ഒരേ ഒരു അപ്ലൈനേ ഉള്ളൂ, നമുക്ക് ഒരുപാട് ടീമുണ്ട്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ താഴെ ഞാൻ ഈ സംസാരിക്കുന്ന ഡൗൺലൈൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം സൊല്യൂഷനും കൂടി ആയിരിക്കും ചിലപ്പോൾ ആ വ്യക്തി പറയും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ആയിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതുപോലെ നമ്മൾ ഒരു അപ്ലൈനോട് സംസാരിക്കുമ്പോൾ വളരെ പ്ലാൻ ചെയ്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ്, ഒരു കൂടി വന്ന 3 മിനിറ്റ് കൂടുതൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. കാരണം നമ്മളെ പോലെ ചിലപ്പോൾ 10, 20, 30, 100 ഡൗൺലൈൻസ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ ആ ലീഡർക്ക് ഉണ്ടാവും. ഒരു ദിവസം ഒരാളോട് 1 മണിക്കൂർ വെച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും തികയത്തില്ല. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നമ്മൾ ഡൗൺലൈൻ ആയിരിക്കാം, പക്ഷെ നാളെ നമ്മളൊരു അപ്ലൈനാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വേറെ ഒന്നും പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ, അപ്പൊ അപ്ലൈനോടുള്ള കമ്മ്യൂണിക്കേഷൻ വളർത്തുന്നത്. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ അപ്ലൈൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് വർദ്ധിക്കുന്നുണ്ടാവും. അവരുമായിട്ടുള്ള എന്താ പറയുക ഒരുപാട് നോളജുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും, ഒരുപാട് അപ്ഡേറ്റ്സുകൾ കിട്ടുന്നുണ്ടാവും. ആ ഒരു ദിവസം വളരെ എക്സൈറ്റ്മെന്റോടുകൂടി നല്ലൊരു എനർജി നമുക്ക് എന്താ പറയുക നമുക്കൊരു പോസിറ്റിവിറ്റി കളക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഡൗൺലൈനെ നമ്മൾ വിളിക്കുക എന്നുള്ളതാണ്. മിനിമം ഒരു 20 ഡൗൺലൈൻസുമായിട്ട് റെഗുലർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് അറിയാം, നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ മന്ത് ഈ മന്തോ ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഗ്രോത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് ഫോക്കസ് സ്റ്റാർ ചെയ്ത് ആളുകളെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു 20 പേരെങ്കിലും ഡെയിലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അവരെ വിളിക്കുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ അവരെ വിളിക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് നല്ലൊരു ഒരു 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 ബന്ധം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരോട് എന്തൊക്കെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒരു വീട്ടിൽ ഒരു 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 ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു അത്യാവശ്യം പറ്റി പറയുകയാണെങ്കിൽ, മറ്റേ ഫ്രണ്ട്സ് ഒരിക്കലും നമ്മൾ ബിസിനസിനെ പറ്റി സംസാരിക്കില്ലേ, അതിനെ പറ്റി സംസാരിക്കണം. ഒരു കമ്മ്യൂണിക്കേഷന്റെ, ഒരു ഡൗൺലൈൻ ടീമുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നല്ല ലിസണറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അയാൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കുക, ആവശ്യമുള്ള കാര്യം മാത്രം, എല്ലാം കേൾക്കുക എന്നല്ല, ആവശ്യമുള്ള കാര്യങ്ങളാണ് അതിന് ഇടയ്ക്ക് കയറി നമ്മൾ സംസാരിക്കുക. സാർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഞാൻ തിരക്കിലാണ് എന്ന രീതിയിൽ അവരെ എന്താ പറയുക അവരെ ഇൻസൾട്ട് ചെയ്യാത്ത രീതിയിൽ, അവർക്ക് വിഷമിക്കാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് എപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം.
ക്ലിയർ ആണ്. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. ഇന്നലെ ദിവസങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിനുശേഷം അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം. അവരുടെ ഫാമിലിയെ പറ്റിയുള്ള, അവരുടെ നീഡിനെ പറ്റി, അവരുടെ ഡ്രീംസിനെ പറ്റി എപ്പോഴും എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അവര് പതുക്കെ മനസ്സിലേക്ക് പല രീതിയിൽ അവരൊരു ഒന്ന് സ്ലോ ഡൗൺ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബൂസ്റ്റ് ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവരുടെ ഡ്രീംസിനെ പറ്റി നമ്മൾക്ക് ഒന്ന് മോണിറ്റർ നമ്മളിതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് ഞാനും വന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ എംപവർ ചെയ്യുന്ന, അല്ലാതെ അവർ സിമ്പതി കാണിക്കുന്ന ഒരാളല്ല, അവർ എമ്പതറ്റിക് ആയിട്ട് അവർക്ക് എപ്പോഴും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരു ഡൗൺലൈനോട് നമ്മൾ പറയേണ്ട ചില വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു മാനേജർ മൈൻഡ് സെറ്റിലല്ല. ബട്ട് ഫ്രണ്ട്സ്, ഞാനൊക്കെ ഈ ബിസിനസ്സിലേക്ക് വരാൻ തന്നെ കാരണം, ഞാൻ ഏകദേശം 17 വർഷം മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു. മാനേജർമാരുടെ ആ ഒരു ടോർച്ചർ എനിക്ക് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്കൊക്കെ വന്നത്. ആ സമയത്ത് ഇവിടെ എന്റെ അപ്ലൈ ഒരു മാനേജറിനെ പോലെ എന്നോട് പെരുമാറിയാൽ എങ്ങനെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി തോന്നും? അപ്പൊ അവിടെ വേണ്ടത്, നീ എന്ത് ചെയ്തു, ഇന്ന് എത്ര പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നലെ എത്ര ക്ലോസിംഗ് ഉണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അല്ല. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഓക്കെ, ഇന്നലത്തെ ദിവസം ഒരു ബാൻഡ് ആയിരുന്നെങ്കിൽ ഇന്ന് നമുക്കത് കുറച്ചും കൂടി, അതിന്റെ റീസൺസ് ഇതാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് അത് ക്ലിയർ ചെയ്ത് പോകാം. ഒരു രീതിയിൽ ടെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും കൂടെ ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ ആളുകൾ ചേർന്നോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുള്ള വാക്കുകൾ, അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചോ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആൾക്കാരെ കുറച്ചുപേരെ ഇട്ട് തരാമോ, ഇതൊന്നും നല്ല വാക്കുകളല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ബിസിനസ് ക്ലാസ് ആണ് അല്ലെ, നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, കാരണം നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്കുകൾ, അത് സ്ഥിരമായിട്ട് പറഞ്ഞാൽ അത് നമ്മൾ ശീലമായിട്ട് മാറും. അപ്പം വളരെ കോൺഷ്യസ് ആയിട്ട് ചിലപ്പോൾ പറയാൻ വേണ്ടി പറ്റത്തില്ല. എന്റെ ടീം, ഇത് ഡൗൺലൈൻ, ഇപ്പൊ നമ്മൾ സംബന്ധിച്ച ഒരാളോട് നമ്മൾ പറയാണ്, ചിലർ പറയാറില്ലേ, സാർ ഇത് ഇയാളുടെ അണ്ടറിൽ നമ്മൾ പോസ്റ്റ് ചെയ്യട്ടെ. ഞാൻ കാണാൻ വേണ്ട ഒരു വ്യക്തി വളരെ ഒരു ഡോക്ടറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമുക്കറിയാം നല്ലൊരു ഒരു 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 പോലീസ് ഫോഴ്സിൽ നിന്ന് നല്ല റിട്ടയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് വളരെ ഹെൽത്തിനെ പറ്റി വളരെ കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അയാളുടെ പ്ലാൻ പറയുമ്പോൾ അയാളുടെ മറ്റാളോട് നമ്മൾ പറയുകയാണ്, ഇയാളുടെ അണ്ടറിൽ പോസ്റ്റ് ചെയ്തു. ആ വാക്ക് പോലും ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നമ്മൾ ഒരു അപ്ലൈൻ ഡൗൺലൈൻ, അതിനേക്കാൾ ഉപരി എനിക്ക് പറയാൻ ഇഷ്ടപ്പെടുന്ന വാക്ക് ഒരു ബിസിനസ് പാർട്ട്നേഴ്സ് ആണ് അല്ലെ. നമ്മൾ ഒരു ലോകത്തെ മാറ്റി മറിക്കാൻ വേണ്ടി പോകുന്ന, ഒരുപാട് പേരുടെ ജീവിതം മാറ്റി മറിക്കാൻ പോകുന്ന ഒരു ബിസിനസ് പ്രോജക്റ്റിലാണ് നമ്മൾ അല്ലെ. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെൽനസും ഡയറക്ട് സെല്ലിങ്ങിനും അതുപോലെ എന്താ പറയുക, ഇ കൊമേഴ്സുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടുള്ള വലിയ മഹത്തായ പ്രോഗ്രാമിലാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ 100% പ്രൊഫഷണൽ ആയിരിക്കണം. അതുപോലെ നമ്മുടെ ടീമുമായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയൊരു പാർട്ടാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. ഇന്ന് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമുക്കറിയാം, നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. വരുന്ന മെസ്സേജുകൾ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, ഇത് പോസ്റ്റ് ചെയ്തു മറ്റുള്ളവർ കാണണമെന്ന് നിർബന്ധമില്ല, അവരത് കണ്ടിട്ടുണ്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ രാവിലെ നമ്മുടെ ടീമുമായിട്ട് സംസാരിക്കുമ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണ്, ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം, ഇന്ന് ചിലപ്പോൾ നമ്മളിപ്പോൾ മിറാക്കിൾ മോണിൽ ആ ഡൗൺലൈനിൽ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഇന്ന് മിറാക്കിൾ മോണിൽ കണ്ടില്ലല്ലോ, എന്തായിരുന്നു പറ്റി? അല്ലാണ്ട് ഇന്ന് മിറാക്കിൾ മോണിൽ കയറാണ്ടിരുന്നതുകൊണ്ട് ചീത്ത പറയലല്ല. ചിലപ്പോൾ മേ ബി അയാൾക്ക് ഒരു ഹെഡേക്ക് ആയതുകൊണ്ടായിരിക്കും, വേറെ എന്തൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കും. അത് ചോദിക്കണം, ഇന്ന് കണ്ടില്ല, എന്ത് പറ്റി? ഓക്കെ, ഇതായിരുന്നു അല്ലേ, അപ്പൊ നാളെ മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതുപോലെ ഇന്നറിയാലോ, ഇന്ന് നമ്മുടെ കൺസിസ്റ്റൻസി ഓഫറിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. നമ്മുടെ ടീമിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്ന ആ കൺസിസ്റ്റൻസി ഓഫർ ഏകദേശം ഒരു 100 അപ്പൊ നമുക്ക് അത്ര എത്തിയിട്ടുണ്ടോ, എവിടെയാണ് നമ്മൾ, ഞാൻ ആരെങ്കിലും വിളിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ രീതിയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കാരണം അവർക്ക് അറിയത്തില്ല. അതുപോലെ നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയാവുന്ന കാര്യമാണ് ഫാമിലി റൂണിയൻ. നമുക്കറിയില്ലേ, കണ്ടില്ല എന്ത് നല്ല പ്രോഗ്രാമാണ്, എന്തൊരു മാസാണ്, എന്തൊരു വൈബ്രേഷൻ ആണ്, എന്തൊരു എനർജിയാണ്. നമ്മുടെ ടീമിൽ നിന്ന് ഇപ്പൊ 3 പേരെ ബുക്ക് ചെയ്തിട്ടുള്ളൂ, ഇനി എത്ര പേര് ബുക്ക് ചെയ്യേണ്ടി വരും? നമുക്ക് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആ ഒരു വ്യക്തി, ഇന്നലെ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത വ്യക്തി, ആ വ്യക്തി വളരെ പാഷനേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിരുന്നു ഗ്രൂപ്പിൽ അല്ലേ, ആ ഹോം മീറ്റിംഗ് നല്ല എഫക്ട്. അതിന്റെ ആ ഹോം മീറ്റിംഗിൽ ഫ്രണ്ടിൽ ഇരുന്ന വ്യക്തി ഉണ്ടായിരുന്നല്ലോ, ആ വ്യക്തി കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ബിസിനസ്സിന് പറ്റിയ ആപ്റ്റായ വ്യക്തിയാന്ന് തോന്നുന്നു. മേ ബി ആ പുതിയതായിട്ട് നിൽക്കുന്ന ഡൗൺലൈൻ ചിലപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ അവരെ തിരിച്ചറിവും കൂടിയാണ് അല്ലെ. അതുപോലെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ടീമിൽ ആരെങ്കിലും നമ്മുടെ അപ്ലൈനോ ഡൗൺലൈൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള, എന്തും ആയിക്കോട്ടെ, നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് ആണ്, നമ്മൾ കൊടുത്താലേ തിരിച്ച് കിട്ടുള്ളൂ. സ്വർണം ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ, ഓക്കെ, ഇത് കഴിയുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സജഷൻസ് ഇടാൻ വേണ്ടി പറ്റും അല്ലെ. നാളെ നമ്മൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇവിടെ വരാൻ വേണ്ടി വ്യക്തിയാണ്, നമ്മുടെ ടീം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം, ഒപ്പം തന്നെ നമ്മുടെ അപ്ലൈന്റെ ഗ്രൂപ്പിലും കൂടി ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം.
നമ്മുടെ താഴെ നിൽക്കുന്ന ആൾക്കാരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. അവരുടെ ഗ്രൂപ്പിൽ അവർ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ അനാവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലെ. വളരെ നമ്മുടെ ബിസിനസിന് ഗ്രോത്ത് ഉണ്ടാക്കുന്ന, ഇപ്പൊ പ്രത്യേകിച്ച് ഏറ്റവും വലിയ പ്രത്യേകം നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ കേരള വിന്നിംഗ് ടീമിലൊക്കെ നമ്മുടെ ഒരുപാട് പേര് നല്ല പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നുണ്ടാവും, വോയിസ് ക്ലിപ്പായിട്ടും റൈറ്റപ്പ് ഒക്കെ ആയിട്ടും. അതൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അതൊക്കെ നമ്മൾ എത്ര പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഡൗൺലൈൻ അത് വായിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത് നമ്മൾ അവരോട് പറയണം, ഇത് മിനിമം നമ്മൾ ഇത്ര പേർക്ക്, നമ്മുടെ കോറായിട്ട് നിൽക്കുന്ന ഇത്ര പേർക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും അത് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ റിസൾട്ടും കൂടി, അത് ഉപയോഗിച്ച ഒരാളുടെ റിസൾട്ടും കൂടി എന്റെ താഴെ ഒന്ന് വോയിസ് ആയിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലേ. ഇങ്ങനെയുള്ള ഒരു ബിസിനസ് പ്രോഗ്രസിനെ പറ്റി, തോട്ട്സുകളെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം അതുപോലെ കമ്മ്യൂണിക്കേഷനിലേക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയ കാര്യം, ഒരിക്കലും നമ്മളൊരു ഇന്നലെ ഒക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഒരിക്കലും ഒരു ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകരുത്. അൺനെസറി ആയിട്ടുള്ള ടോക്സിൽ ആയിരിക്കും നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ പറ്റിയും ബിസിനസിനെ പറ്റിയും ഗ്രോത്തിനെ പറ്റിയുമാണ്. അങ്ങനെയുള്ള ആൾക്കാരും നല്ല നല്ല നമ്മൾ ചുമ്മാ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ അർത്ഥമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു 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 ബാഡ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ അത് അത്ര സുഖമുള്ള കാര്യമല്ല. അത് ഒരുപാട് നമുക്ക് ഡാമേജ് ഉണ്ടാക്കും. അതിനേക്കാൾ നല്ല സൈലൻസ് ആണ് അല്ലെ. സൈലൻസ് ഈസ് ബെറ്റർ ദാൻ ബാഡ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞ പോലെയാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും നമ്മളോട് ഒരാളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടണം. അയാളോട് സംസാരിച്ച് എന്തൊരു വൈബ്രന്റ് ആണ്, എന്തൊരു നോളജ് കിട്ടും. ഇതുപോലത്തെ ഒരു ലീഡറായിട്ട് നമ്മൾ മാറണം. അപ്പൊ അതുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ സ്ഫുടമായിട്ട് സ്പഷ്ടമായിട്ട് നമ്മൾ സംസാരിക്കുക, വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുക.